മോർണിംഗ് സ്റ്റുഡൻസ്. ശ്രീകുട്ടി ഒന്നിങ്ങി വരൂ. ഇന്നും ഹോംവർക്ക് ചെയ്തില്ല അല്ലേ? ചെയ്തു. എന്നിട്ടെവിടെ? എന്തിനാ മോള് കരയുന്നേ? അമ്മ. എന്ത് പറ്റി ലക്ഷ്മി? സ്കൂൾ ബസ് വന്നത് അറിഞ്ഞില്ലേ? സോറി ചേച്ചി, ഞാൻ ഉറങ്ങിപ്പോയി. താങ്ക് യു. ഇന്ന് അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താന്നറിയില്ല മോളെ, വല്ലാത്ത തലവേദന. ഇന്നമ്മ മരുന്ന് കഴിച്ചില്ല അല്ലേ? കഴിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം എന്നോട് എന്തിനാ കള്ളം പറയണേ? ഡോക്ടർ. ശ്രീകുമാർ, പറയൂ. കുടിക്ക്. അവർ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയാണ് ശ്രീകുമാർ. മോള് എന്താന്ന് വെച്ചാൽ കഴിച്ച് പഠിക്കാനിരുന്നോ? അമ്മയ്ക്ക് വല്ലാത്ത തലവേദന. അമ്മ ഒന്ന് പോയി കിടക്കട്ടെ. അമ്മ ഫുഡ് കഴിച്ചോ? കഴിച്ചു. മോള് കഴിക്കേ. അതിന് കാരണക്കാരായിട്ടുള്ളത് നിങ്ങൾ അച്ഛനും മോളും മാത്രമാണ്. ഈ ഒരു ചിന്തയാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളത്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന ഈ ഒരു അവസ്ഥയെ നിസ്സാരമായിട്ട് കാണരുത് പ്ലീസ്. അറിയാവുന്നതല്ലേ കാര്യങ്ങള്. നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ മോള് നമുക്ക് കിട്ടുമായിരുന്നു. ലക്ഷ്മി, എല്ലാ ദിവസവും ഇത് തന്നെ പറയണ്ട. എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ പറ്റില്ല. അമ്മ ഇതൊന്ന് ബാൻഡിട്ടാ. വാ. നിനക്ക് ഭ്രാന്ത, ഭ്രാന്ത, ഭ്രാന്ത. നിനക്ക് ഭ്രാന്ത, ഭ്രാന്ത, ഭ്രാന്ത. നീ എന്റെ കുഞ്ഞിനെ കൊന്നല്ലേ? അമ്മ എന്നൊന്നും ചെയ്യില്ലമ്മ, പ്ലീസ് അമ്മ. അമ്മേനൊന്നും ചെയ്യില്ലമ്മ, പ്ലീസ് അമ്മ. അമ്മയുടെ പൊന്നു അമ്മയുടെ പൊന്നു പ്ലീസ് അമ്മ. അമ്മേനൊന്നും ചെയ്യില്ലമ്മ. അമ്മ അമ്മ ഇതവനാ എന്റെ കുഞ്ഞിനെ കൊന്നവൻ. ഇവനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛാ, അമ്മ. മോള് പേടിക്കണ്ട, പേടിക്കണ്ട. ലക്ഷ്മി, അമ്മ അടിക്കല്ല അച്ഛാ. അമ്മ Did I say anything wrong? പിന്നെ എന്തിനാ കരയുന്നേ? നത്തിങ് ടീച്ചർ. അമ്മ അമ്മ അമ്മയുടെ പൊന്നു അമ്മ. ഞാൻ ഹലോ ഡോക്ടർ. കണ്ണുറക്കമ്മ. ഫിസിക്കൽ അസോൾട്ട് ഒരു മാർഗമല്ല. കണ്ണുറക്കമ്മ. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് വേണ്ടത് നിങ്ങളുടെ കെയർ ആണ്. ഇന്ന് മരുന്ന് കഴിച്ചില്ലെന്ന് തോന്നുന്നു. പ്ലീസ് അമ്മ. മരുന്നുകൾക്ക് ഒരു പരിധിയില്ലേ ശ്രീകുമാർ? ഹലോ അമ്മ ഹലോ പ്ലീസ് അമ്മ.